ഈ എയിംസ് വരരുത് എന്ന പിടിവാശി കേന്ദ്രത്തിനാണ് എന്നാണ് ഇവിടെ ചിലർ പറഞ്ഞു വെച്ചത്. പക്ഷേ അവഗണിച്ചുകൊണ്ടേയിരിക്കുന്നു, പറഞ്ഞു പറ്റിക്കുന്നു അല്ലേ? ആരാണ് പറഞ്ഞു പറ്റിച്ചത്? അതെ അതെ, ചില യഥാർത്ഥത്തിലുള്ള വസ്തുതകളിലേക്ക് ചെന്ന് കഴിഞ്ഞാലാണ് ചിലരുടെയൊക്കെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്നത് എന്നുള്ളതാണ്. നമ്മൾ അതിനുള്ള തുടക്കം ഇന്നലെ തന്നെ നടത്തി കഴിഞ്ഞു അല്ലേ? വളരെ നല്ല പ്രതികരണമായിരുന്നു പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും. വളരെ നന്നായി എന്ന് പറഞ്ഞിട്ടുള്ള ധാരാളം കോൾസ് വന്നു എന്ന് നമ്മുടെ റിസപ്ഷനിൽ നിന്ന് സന്ധ്യ പറഞ്ഞു. പിന്നെ സ്വാഭാവികമായിട്ടും വാട്സപ്പിൽ ധാരാളം മെസ്സേജസ് വന്നു, യൂട്യൂബിലെ കമൻസ് ധാരാളം ഉണ്ടായിരുന്നു. ഈ കള്ളി ഒന്ന് പൊളിച്ചതിന് അതും രേഖകളുടെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ വെറും പ്രസംഗമായിരുന്നില്ല എന്നുള്ള നമ്മുടെ എല്ലാ അർത്ഥത്തിലും ഒരു ടീം വർക്ക് ആയിരുന്നു ഈ എയിംസ് എന്നുള്ള, അല്ലെങ്കിൽ എയിംസിൻ്റെ പേരിൽ പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്ന കബളിപ്പിക്കൽ. ഒന്നുകിൽ ഇത് വരണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമില്ല, വരികയാണെങ്കിൽ ചില സ്ഥലത്ത് വരണം, അതിന് പിന്നിൽ ചില സ്ഥാപിത താല്പര്യങ്ങളുണ്ടോ, റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളുണ്ടോ, മറ്റെന്തെങ്കിലും കച്ചവട താല്പര്യങ്ങളുണ്ടോ എന്നൊക്കെ സംശയിക്കേണ്ട വസ്തുതകളാണ് പുറത്തു കൊണ്ടുവന്നത്. പുതിയ വാർത്തയുണ്ടല്ലേ? അതെ അതെ, കിനാലൂരുകാർക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് നോക്കാം അല്ലേ? എയിംസിന്റെ പേരിൽ കോഴിക്കോട് കിനാലൂരിലെ ജനങ്ങളെയും പറഞ്ഞ് പറ്റിച്ച് പിണറായി സർക്കാർ എയിംസിനായി ഭൂമി ഏറ്റെടുക്കുമെന്ന സർക്കാർ വിജ്ഞാപനം ഇറക്കിയതിന് പിന്നാലെ സ്വന്തം ഭൂമി ഈടാക്കി വായ്പ എടുക്കാനോ വിൽക്കാനോ സാധിക്കാതെ പ്രതിസന്ധിയിലാണ് പ്രദേശവാസികൾ. സംസ്ഥാന സർക്കാർ വിജ്ഞാപനം റദ്ദാക്കണമെന്നാണ് കിനാലൂരുകാരുടെ ആവശ്യം. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, നമ്മൾ ഇന്നലെ തന്നെ പിണറായി സർക്കാർ നടത്തുന്ന കബളിപ്പിക്കലിന്റെ പൊളിച്ചുകൊണ്ട് അതിനൊരു തുടക്കം കുറിച്ചതാണ്. എന്തായാലും ഇന്ന് കിനാലൂരുകാർ എന്ത് പറയുന്നു എന്നാണ് നമുക്കറിയേണ്ടത്. പറയൂ അനഘ. രാഖി പ്രദീപ് പിള്ള, എയിംസിനായി സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച സ്ഥലത്താണ് നമ്മളുള്ളത്. ഈ സ്ഥലത്ത് എയിംസ് വരണം, അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയെന്ന് സംസ്ഥാന സർക്കാർ വലിയ വായിൽ പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഈ പ്രദേശത്തേക്ക് നമ്മൾ ഇന്നലെ എത്തിയതാണ്. ഈ പ്രദേശത്തെ പാരിസ്ഥിതികാഘാത പഠനം നടത്തിയിട്ടില്ല. നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടില്ല. മറ്റൊന്ന്, ഈ പ്രദേശത്തെ റോഡ് കണക്ടിവിറ്റി ഈ പ്രദേശത്ത് അത് കൃത്യമായി ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഈ എന്താണോ ഒരു പ്രദേശത്ത് എയിംസ് വരേണ്ടത് അതിന്റെ യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് ഈ ഒരു സ്ഥലം നിർദ്ദേശിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രദേശം ഇത് 151 ഏക്കർ മാത്രമാണ് ഉള്ളത്. അങ്ങനെ എയിംസ് വരണമെങ്കിൽ 200 ഏക്കർ വേണമെന്നുള്ളതാണ്. മറ്റ് സ്ഥലം കണ്ടെത്തി സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇതിന്റെ ഭാഗമായി ഈ പ്രദേശത്തെ ആളുകൾക്ക് ചിലത് പറയാനുണ്ട് എന്നുള്ളതാണ്. ഈ എയിംസ് വരുന്നതിന്റെ ഭാഗമായി ഈ പ്രദേശത്തെ സ്ഥലം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ ഒരു വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട്. ആ വിജ്ഞാപനം ഇറക്കിയതിന്റെ പേരിൽ സ്വന്തം സ്ഥലം വിൽക്കാനോ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാനോ ഒന്നും കഴിയാതെ പ്രതിസന്ധിയിലായ ഒരുപാട് ജനങ്ങളുണ്ട് ഈ പ്രദേശത്ത് എന്നുള്ളതാണ്. ഇത് ഈ പ്രദേശത്ത് താമസിക്കുന്ന, ഈ സ്ഥലത്തോട് താമസിക്കുന്ന ഒരു പ്രദേശവാസിയാണ്. എന്താണ് നിങ്ങൾക്കിപ്പോൾ ഉള്ള പ്രതിസന്ധി? എന്താണ്? ഇതാണ് പ്രശ്നം. ഈ വീടിനെ പറ്റി ഞങ്ങൾക്കിത് എയിംസ് വരണമെന്നുള്ള ഇതുണ്ട്. എന്നിട്ട് എന്തെങ്കിലും ഒന്നാക്കി ഞങ്ങൾക്ക് ഇവിടുന്ന് മാറി താമസിക്കുന്നുണ്ട്. ഈ സർക്കാർ വിജ്ഞാപനം ഇറക്കി നിങ്ങളുടെ സ്ഥലം കൂടി ഏറ്റെടുക്കുമെന്ന്. പക്ഷെ ഇപ്പോൾ ആ സ്ഥലം ഏറ്റെടുക്കുമെന്ന് വിജ്ഞാപനം ഇറക്കിയെങ്കിൽ പോലും വർഷങ്ങൾ കഴിഞ്ഞു, അത് ഏറ്റെടുക്കൽ നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്ത് പ്രതിസന്ധിയാണ്? നിങ്ങളെ വീട് വിൽക്കാനൊന്നും കഴിയാത്ത സാഹചര്യം ഉണ്ട്? എന്തൊക്കെയാണുള്ളത്? അതാണ് എനിക്ക് പറയാനില്ല. അത് തന്നെയാണ് ഇവരുടെ വീട്. ഒരു ഓടിട്ട ചോർന്നൊലിക്കുന്ന പോലെയുള്ള ഒരു വീടാണ്. ആ വീട് മാറ്റാനോ ഒന്നും കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ വില്ലേജ് ഓഫീസിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് ഇത് എയിംസിന്റെ ഭാഗമായി ഏറ്റെടുക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ മറ്റ് നടപടികളൊന്നും തന്നെ ഇതിന്റെ ഭാഗമായി ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഈ പ്രദേശത്തെ മറ്റൊരാൾ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധി? എൻ്റെ വീട്ടിൽ പ്രായമായ അമ്മയടക്കം 5 പേരാണുള്ളത്. അപ്പോൾ 2010 ഉണ്ടാക്കിയ വീടാണ്. അപ്പോൾ ഒരു സർക്കാരിൻ്റെ ഒരു 75,000 ധനസഹായം കിട്ടിയിട്ട് വീടുണ്ടാക്കി. ഒറ്റ റൂം മാത്രമേ അതിലുള്ളൂ. അപ്പോൾ 5 ആളുകൾക്കും താമസിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഞാൻ 2020 മേലോട്ടൊരു 2 റൂം എടുത്തുകൊണ്ട് ഒരു പണി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് കിനാലൂരിലാണ് എയിംസ് വരുന്നത് എന്ന് പറഞ്ഞ് നമ്മളെ വീടിൻ്റെ മുറ്റത്തൂടെ അതിലിട്ട് ഒരു കുറ്റിയൊക്കെ സ്ഥാപിച്ച് അവർ പോയി. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്തായാലും അതിൽ വലിയൊരു പൈസ മുടക്കണ്ട എന്ന് കരുതി ഒന്നും ചെയ്തില്ല. പിന്നെ അതിനുശേഷം ഇപ്പം അതേ രീതിയിൽ കിടക്കുക. എല്ലാവരും ഇപ്പം താഴത്തെ ഒരൊറ്റ റൂമിലും ഡൈനിങ് ഹാളിലും അടുക്കളയിലടക്കം കിടക്കുന്ന ഒരവസ്ഥയാണ്. വീടിൻ്റെ പണി ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. അതുപോലെ ഒരുപാട് കുടുംബങ്ങളാണ് ഇപ്പം, എനിക്ക് തോന്നുന്നു 100-ൽ താഴെ കുടുംബങ്ങൾ ഇപ്പം ഈ ഭാഗത്ത് താമസിക്കുന്നുണ്ട്. അവരൊക്കെ ഇതേ പ്രതിസന്ധി നേരിടുക. ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. അതുപോലെ തന്നെ സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും വിൽക്കാൻ പറ്റാത്ത
അതുപോലെ വിദ്യാഭ്യാസ വായ്പ എടുക്കാൻ പറ്റാത്ത പഠനത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്ന അവസ്ഥയാണ്. അപ്പം അതുപോലെ തന്നെ ഈ വീട് സൗകര്യം ഇല്ലാത്തതിൻ്റെ പേരിലും എത്രയോ ആളുകൾക്ക് പഠിക്കാൻ പറ്റാത്ത, കുട്ടികൾക്കൊക്കെ ഒന്നിച്ച് പഠിക്കാൻ പറ്റാത്ത അവസ്ഥ. ഈ ബാങ്ക് ലോണിലൊക്കെ പോകുന്ന സമയത്ത് എന്താണ് ബാങ്കിൽ നിന്നൊക്കെ പറയുന്നത്? ഈ സ്ഥലത്തിന് ലോൺ തരില്ല എന്നുള്ള, അതായത് ദേശസാൽകൃത ബാങ്കിൽ നിന്നൊന്നും ലോൺ കിട്ടുന്നില്ല. ഞാൻ മറ്റൊരു സ്ഥലം നോക്കാൻ വേണ്ടിയിട്ട് ആലോചിച്ച സമയത്ത്, ഒരു ലോണിന് പോയ സമയത്ത് ഈ ദേശസാൽകൃത ബാങ്കിൽ നിന്നൊന്നും ലോൺ തരുന്നില്ല. പിന്നെ സഹകരണ ബാങ്കിലേക്ക് നമ്മൾ പോയിട്ടില്ല. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ 2020 ഈ ഒരു വിഷയം വന്നതിന് ശേഷം ഇതുവരെ ഒരു സ്പീഡ് നടപടി ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. സാമൂഹികാഘാതം പഠനം നടത്തിയിട്ടുണ്ട്. അതുപോലെ അവൻ്റെ ഈ പ്രാദേശികമായ മറ്റുള്ള എതിർപ്പുകളൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മുടെ ഈ പ്രദേശത്ത് അങ്ങനത്തെ ഒരു എതിർപ്പുകളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും എത്രയും പെട്ടെന്ന് ഭൂമി ഏറ്റെടുക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാരുകൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതായത് ഇനിയിപ്പം വരാനുള്ളത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മറ്റൊരു സർക്കാർ ആരെങ്കിലും അധികാരത്തിൽ വന്നാൽ ഇത് യാതൊരു കാരണവശാലും വരില്ല എന്നൊരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. അവിടെ എത്രയും പെട്ടെന്ന് ഈ ഇലക്ഷൻ്റെ വിജ്ഞാപനം വരുന്നതിന് മുമ്പ് സ്ഥലം ഏറ്റെടുക്കുക. ആ ഒരു ഒറ്റ നിർദ്ദേശം മാത്രമേ ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളൂ. അത് തന്നെയാണ് ഈ എയിംസുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്ഥലം ഏറ്റെടുക്കും, ഈ പ്രദേശത്ത് സ്ഥലം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വിജ്ഞാപനം ഇറക്കിയിരുന്നു. പക്ഷേ ആ വിജ്ഞാപനം ഇറക്കിയതിന് ശേഷവും ഈ സ്ഥലം ഏറ്റെടുക്കൽ നടപടികളിലേക്കൊന്നും തന്നെ കടന്നിട്ടില്ല. അതുകൊണ്ട് തങ്ങളുടെ സ്വന്തം സ്ഥലം വിൽക്കാനോ മറ്റ് നടപടികളിലേക്ക് കടക്കാനൊന്നും കഴിയാത്ത അവസ്ഥയിലാണ് ഈ പ്രദേശവാസികൾ. ഒന്നുകിൽ സംസ്ഥാന സർക്കാർ തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കണം, അല്ലെങ്കിൽ ആ വിജ്ഞാപനം റദ്ദാക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. രാഖി, എന്തായാലും ഈ കിനാലൂരുകാർ അല്ലെ, അവർക്ക് ഒരുപാട് വിഷമങ്ങൾ പറയാനുണ്ട്. അവർക്കൊന്ന് വായ്പ എടുക്കാനോ ഭൂമി ഒന്ന് വിൽക്കാനോ, അവരുടെ ദൈനംദിന ജീവിതം തന്നെ വല്ലാത്ത പ്രതിസന്ധിയിലാണ് എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ ഇത്തരത്തിലൊരു അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു വശം, ഈ ഒരു ആംഗിൾ പോലും പുറത്തു വന്നത്. ഇതുവരെ നമ്മൾ പുറത്തു വരാൻ ശ്രമിച്ചതെന്താണ്, എയിംസിൻ്റെ പേരിൽ പറഞ്ഞു പറ്റിച്ചുകൊണ്ടേയിരിക്കുന്നു. എയിംസ് ഇപ്പോഴും തന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറയുന്നു, വിലപിക്കുന്നു, സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരോഗ്യമന്ത്രി അടക്കം പോസ്റ്റ് ഇടുന്നു. തുടർന്നാണ് എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് അന്വേഷിച്ചു പോയതും എയിംസ് വരണമെങ്കിൽ എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ, എന്തൊക്കെ ചെയ്യണം സംസ്ഥാനം എന്ത് ചെയ്യണം, മൂന്നോ നാലോ സ്ഥലങ്ങൾ ചൂണ്ടിക്കാട്ടണം, അവിടെ 200 ഏക്കർ സ്ഥലം വേണം, അവിടെ ജലലഭ്യത ഉണ്ടാവണം, വൈദ്യുതി ലഭ്യത ഉണ്ടാവണം, ഏറ്റവും പ്രധാനപ്പെട്ട 4 വരി കണക്ടിവിറ്റി ഉണ്ടാവണം, അല്ലെങ്കിൽ അത് ഉടനെ ഉണ്ടാക്കാനുള്ളൊരു സാധ്യത, അതിൻ്റെ ഒരു പ്രോബബിലിറ്റി, ഫീസിബിലിറ്റി ഉണ്ടാവണം. ഇതൊന്നും പാലിക്കാതെ 4 സ്ഥലങ്ങൾ പണ്ട് ചൂണ്ടിക്കാട്ടിയ ശേഷം അതിൽ ഏറ്റവും ഒട്ടും അനുയോജ്യമല്ലാത്തൊരു സ്ഥലം മറ്റെന്തോ കാരണം ഈ കിനാലൂർ എന്ന് പറയുന്നത് പോലും 200 ഏക്കർ കുറഞ്ഞത് വേണമെന്ന് പറയുന്നു. പക്ഷെ കിനാലൂരിൽ ആകെ 151 ഏക്കർ ഭൂമിയേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആരോഗ്യമന്ത്രി തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രാഥമികമായി അവർക്ക് എന്താണോ ആവശ്യം, അല്ലെ, ഒരു റിക്വയർമെന്റ് ആയിട്ട് വെക്കുന്നത് തന്നെ അവിടെ തന്നെ അത് തന്നെ സാധ്യമല്ല എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചത്. അപ്പോഴാണ് അവർ പറയുന്നത് അവിടെ എയിംസും കിട്ടിയില്ല, ഉള്ള സ്ഥലം കൊണ്ട് ഉപയോഗമില്ലാത്ത അവസ്ഥയിലാക്കി